അസ്സലാമു അലൈക്കും. 6ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 44-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 43-ാമത്തെ പേജിൽ വന്നിരിക്കുന്ന സ്വദീഖി അൽ ഹാസൂബ് എന്ന കവിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നുറത്തിബു തസ്രീഹാത്ത് അത്താലിയ ഹസ്ബ സുത്തൂറിൽ മൻവൂം. നുറത്തിബു നമുക്ക് ക്രമമാക്കാം. തസ്രീഹാത്തി താലിയ താഴെ കൊടുത്തിരിക്കുന്ന വരികളെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ, സ്റ്റേറ്റ്മെന്റുകളെ ഹസ്ബ സുത്തൂറിൽ മൻവൂം കവിതയുടെ വരിക്ക് അനുയോജ്യമായിക്കൊണ്ട്. അപ്പൊ ഇവിടെ 5 പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്, 5 ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആശയങ്ങൾ ഓരോന്നും വരുന്നത് ഏത് വരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ കവിതയിൽ 1-ാമത്തെ വരി വരുന്നത് ഹാസൂബുൻ സയ്യന ലി ബൈത്തി യുർഷിദുനി യഹ്ഫുളു ലി വക്തി. എൻ്റെ വീടിൻ്റെ മനോഹരമാക്കുന്ന ഹാസൂബ് അതെൻ്റെ സമയം പാഴാക്കാതെ എന്നെ നേരായ രീതിയിൽ നയിക്കുന്നു എന്നാണ്. ഈ വരിയുടെ അർത്ഥമായി വരുന്ന ഏതെങ്കിലും വാക്യം ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒന്നാമത്തത് അസ്തമിഉ വ ഉഷാഹിദുൽ ഖിസസ മിനൽ ഹാസൂബ് എന്നാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ കഥകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്നാണ്. രണ്ടാമത്തെ വരുന്നത് അന തിഫ്ലുൻ മുജ്തഹിദുൻ വ സഅകൂനു സ്വദീഖൻ ലിൽ ഹാസൂബ്. ഞാനൊരു പരിശ്രമശാലിയായ വിദ്യാർത്ഥിയാണ്, അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കൂട്ടുകാരനായി തീർന്നു എന്നാണ്. മൂന്നാമത്തെ വരി വരുന്നത് അൽ ഹാസൂബു സീനത്തു ബൈത്തി. ഹാസൂബ് എൻ്റെ വീടിൻ്റെ അലങ്കാരമാണ്. വഹുവ യുസാഇദു നീ അല ഹിഫ്ലി ഔഖാത്തി. എൻ്റെ സമയം പാലിക്കാൻ അതെന്നെ സഹായിക്കുന്നു എന്നാണ്. ഈ വരിയാണ് കവിതയിലെ 1-ാമത്തെ വരിയുടെ ആശയമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 എന്ന നമ്പർ ഇട്ട അതിൻ്റെ നേരെ നമ്മൾ ഈ വരിയാണ് എടുത്ത് എഴുതേണ്ടത്. ഇനി കവിതയിലെ 2-ാമത്തെ വരി നോക്കാം. യൻഖുലുനി നഹ്വൽ ബുൽദാൻ യുദ്ഖിലുനി ജിസ്മൽ ഇൻസാൻ. യൻഖുലുനി നഹ്വൽ ബുൽദാൻ എന്നെ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യിക്കുന്നു. യുദ്ഖിലുനി ജിസ്മൽ ഇൻസാൻ മനുഷ്യ ശരീരത്തിനകത്ത് എന്നെ പ്രവേശിപ്പിക്കുന്നു. ആ വരിയുടെ ആശയമായി വരുന്ന വരി ഇതിലുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ 3 ആശയം നമ്മൾ പറഞ്ഞു. 4-മത്തത് യഫ്തഹുൽ ഹാസൂബു അമാമി. എൻ്റെ മുമ്പിൽ ഹാസൂബ് തുറന്നു തരുന്നു. അബ്വാബൻ വാതിലുകൾ. ലി അകൂന ശഖ്സൻ മുജിദ്ദൻ ഞാൻ നല്ല പരിശ്രമശാലിയായി തീരാനുള്ള വാതിലുകൾ തുറന്നു തരുന്നു. 5-മത് കൊടുത്തിരിക്കുന്ന വരി വലാ യൻസൽ ഹാസൂബു ഷൈഅ. ഹാസൂബ് ഒന്നും തന്നെ മറക്കുന്നില്ല. ബൽ യുജിദ്ദു മജാലൽ ഇൽമ്. അത് ഇൽമിൻ്റെ അറിവിൻ്റെ മേഖലയിൽ പരിശ്രമിക്കുന്നു. അപ്പോൾ ഈ കൊടുത്ത 5 വരികളിലും കവിതയിലെ 2-മത്തെ വരിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളില്ല. അപ്പോൾ നമുക്കതിനെ ആ 2-മത്തെ വരിയെ ഒഴിവാക്കാം. ഇനി 3-മത്തെ വരി കവിതയിൽ വരുന്നത് യഖ്റഉ ലി ഖിസസൽ അജ്ദാദ് സഫ്ഹാത്തിൻ തഹ്കിൽ അംജാദ്. യഖ്റഉ ലി ഖിസസുൽ അജ്ദാദ് പൂർവികരുടെ കഥകൾ എനിക്ക് പറഞ്ഞു തരുന്നു. സഫ്ഹാത്തിൻ തഹ്കിൽ അംജാദ് മഹത്വത്തിൻ്റെ കഥകൾ പറയുന്ന പേജുകൾ. ഈ ആശയം വരുന്ന ഈ വരിയുടെ ആശയം വരുന്നത് നമ്മുടെ കവിതയിൽ അസ്തമിഉ ഞാൻ കേൾക്കുന്നു. വ ഉഷാഹിദു അസ്തമിഉ വ ഉഷാഹിദുൽ ഖിസസ മിനൽ ഹാസൂബ് കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ കഥകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്ന വരിയാണ് നമ്മുടെ കവിതയിലെ 3-മത്തെ വരിയുടെ ആശയമായി വരുന്നത്. അതിനെ നമുക്കിവിടെ 2 എന്നെഴുതിയതിനോട് ചേർത്തെഴുതാം. കവിതയിലെ ഇനി 4-മത്തെ വരി യഫ്തഹുലി ബാബിൽ മുസ്തഖ്ബൽ.
ഭാവിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുന്നു. ലി അസീറ മുജിദ്ദൻ ലാ യഅഫൽ, ഞാൻ അശ്രദ്ധനാവാതെ കൂടുതൽ പരിശ്രമിക്കുന്നയാളായി തീരാൻ വേണ്ടി. ആ ആശയം വരുന്ന സെന്റൻസ് നമുക്ക് തന്നിരിക്കുന്ന ആശയങ്ങളിലുണ്ടോ? നാലാമത് തന്നിരിക്കുന്നത് യഫ്തഹുൽ ഹാസൂബു അമാമി അബുവാബൻ, എൻ്റെ മുമ്പിൽ വാതിലുകൾ തുറന്നു തരുന്നു. ലിയകൂന ഷഖ്സൻ മുജിദ്ദൻ, ഞാൻ പരിശ്രമശാലിയായ വ്യക്തിയാവാൻ വേണ്ടി. ഈ വരിയാണ് നമുക്ക് 3 എന്നെഴുതിയതിൻ്റെ നേരെ എഴുതി ചേർക്കേണ്ടത്. ഇനി കവിതയിലെ 5ാമത്തെ വരി വായിച്ചു നോക്കാം. ലാ യൻസാ ഷൈഅൻ ലാ യസ്ഹു ഫിൽ ഇൽമി യുജിദ്ദു വലാ യൽഹു. കമ്പ്യൂട്ടർ ഒന്നും തന്നെ മറക്കുകയോ ഒന്നും നിസ്സാരമായി കളയുകയോ ചെയ്യുന്നില്ല, അത് അറിവിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നാണുള്ളത്. ഇതിൻ്റെ ആശയമായി വരുന്ന വരി നമുക്ക് തന്നിരിക്കുന്ന ആശയങ്ങളിൽ വലാ യൻസൽ ഹാസൂബു ഷൈഅ, ഹാസൂബ് ഒന്നും മറക്കുന്നില്ല. ബൽ യുജിദ്ദു മജാലൽ ഇൽമ്, അത് ഇൽമിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നാലാമതായിട്ട് നമുക്കതിനെ എഴുതി ചേർക്കാം. കവിതയിലെ അവസാനത്തെ വരി വലി അന്നി തുഫ്ലുൻ മൗഹൂബ്, ഞാൻ പ്രതിഭാധനനായ ഒരു വിദ്യാർത്ഥിയാണ്, കുട്ടിയാണ്. സ അളുല്ലു സദീഖൽ ഹാസൂബ്, അങ്ങനെ ഞാൻ ഹാസൂബിൻ്റെ കൂട്ടുകാരനായി തീർന്നു. നമുക്ക് തന്നിരിക്കുന്ന ആശയങ്ങളിൽ രണ്ടാമതായി കൊടുത്തിരിക്കുന്ന അന തുഫ്ലുൻ മുജ്തഹിദുൻ, ഞാൻ പരിശ്രമശാലിയായ കുട്ടിയാണ്. വസ അകൂനു സദീഖൻ ലിൽ ഹാസൂബ്, അങ്ങനെ ഞാൻ ഹാസൂബിൻ്റെ കൂട്ടുകാരനായി തീർന്നു എന്നുള്ളതാണ്. ഈ വരി നമുക്ക് 5 എന്നെഴുതിയതിൽ എഴുതി ചേർക്കാം. തൊട്ടടുത്ത ഒരു പ്രവർത്തനം കവിതയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് നഖ്താറുൽ അഫ്ആലുൽ മുലാരിയ മിനൽ മദ്ലൂം, കവിതയിൽ നിന്ന് മുലാരിയായ പദങ്ങൾ എടുത്തെഴുതാനാണ്. മുലാറഅത്തിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട 4 എണ്ണം കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം. അലിഫ്, നൂന്, യാ, താ, ഇവയിലേതെങ്കിലും ഒരു അക്ഷരം കൊണ്ടായിരിക്കണം തുടങ്ങുന്നത്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അവസാനത്തെ അക്ഷരത്തിന് ലം ഉണ്ടായിരിക്കണം. ഈ 3 മാർക്കുകൾ നോക്കിയിട്ടാണ് നമ്മൾ മുലാരിയെ കണ്ടെത്തുന്നത്. കവിതയിൽ 2 മുലാരി ആയ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുർഷിദു, യൻഖുലു. ഇനി അതിനോട് തുടർന്ന് കവിതയിൽ നിന്ന് എടുക്കുകയാണ് വേണ്ടത്. യഹ്ഫളു, യുദ്ഖിലു, യഖ്റഉ, തഹ്കീ, യഫ്തഹു, യഅ്ഫലു, യൻസാ, യസ്ഹു, യുജിദ്ദു, യൽഹു. ഇത്രയും വാക്കുകളാണ് നമുക്ക് മുലാരിയായി കവിതയിൽ നിന്നും കിട്ടുന്നത്. ഈ യൂണിറ്റിലെ അവസാനത്തെ പ്രവർത്തനമാണ് നുൻഷിദുൽ അബയാത്തി ബി അൽഹാനിൻ മുഖ്തലിഫ, വിവിധ ഈണങ്ങളിൽ കവിത ചൊല്ലി നോക്കാനാണ് ആവശ്യപ്പെടുന്നത്. തുടർന്ന് വരുന്ന പ്രവർത്തനം നുറാജിഉൽ മൻലൂമ വനഖ്താറുൽ അബയാത്തിൽ മുനാസിബ ലി തസ്രീഹാത്തി താലിയ. നേരത്തെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കൊടുത്തിരിക്കുന്ന വരിയുടെ ആശയത്തോട് ചേർന്ന് വരുന്ന വരി കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ്. അൽ ഹാസൂബു സീനത്തു ബൈത്തി വഹുവ യുഹാഫിലു അലാ ഹിഫ്ളി ഔഖാത്തി. ഈ ആശയം വരുന്ന വരി കവിതയിൽ 1ാമത്തെ വരിയാണ്. ഹാസൂബുൻ സയ്യന ലീ ബൈത്തി യുർഷിദുനി യഹ്ഫളു ലീ വഖ്തി. തൊട്ടടുത്തത് അൽ ഹാസൂബു യസ്ഹബു ബി ഇലൽ ബിലാദിൽ ബഈദ വ യുഅല്ലിമുനി അനിൽ ഇൻസാൻ. ദൂരദേശങ്ങളെക്കുറിച്ചുള്ള അറിവുകളും മനുഷ്യരെക്കുറിച്ചുള്ള അറിവുകളും ഹാസൂബ് എനിക്ക് നൽകുന്നു. ആ അർത്ഥം വരുന്ന വരി കവിതയിൽ 2ാമത്തതാണ്.
യൻകുലുനി നഹ്വൽ ബുൽദാൻ യുദ്ഖിലുനി ജിസ്മൽ ഇൻസാൻ. അടുത്തത് അന തിഫ്ലുൻ മുജ്തഹിദുൻ സഅകൂനു സദീഖൽ ഹാസൂബ്. ഞാൻ പരിശ്രമശാലിയായ ഒരു കുട്ടിയാണ്, അങ്ങനെ ഞാൻ ഹാസൂബിൻ്റെ സുഹൃത്തായിരിക്കുന്നു. കവിതയിൽ അവസാനത്തെ വരിയാണ് വലി അന്നീ തുഫ്ലുൻ മൗഹൂബ് സഅളല്ലു സദീഖൽ ഹാസൂബ്. അടുത്ത പേജിൽ കോപ്പി എഴുതാനുള്ള, ആവർത്തിച്ചെഴുതാനുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അൽ ഇൽമു ബിലാ ഹദഫിൻ കസ്സഫീനതി ബിലാ ഖബ്ത്വാൻ. അൽ ഇൽമ് അറിവ്, ബിലാ ഹദഫിൻ ലക്ഷ്യമില്ലാത്ത അറിവ്, കസ്സഫീന കപ്പൽ പോലെയാണ്, ബിലാ ഖബ്താൻ കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെയാണ്. അതായത് നമ്മൾ നേടുന്ന അറിവുകൾ കൊണ്ട് നമ്മളൊരു ലക്ഷ്യം മുന്നിൽ കാണുന്നില്ലെങ്കിൽ ആ അറിവുകളൊക്കെ പാഴായി പോകും. കപ്പിത്താനില്ലാത്ത കപ്പൽ കടലിൽ എങ്ങനെയാണോ അലഞ്ഞു പോകുന്നത്, എവിടെയും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാതെ നശിച്ചു പോകുന്നത്, അതുപോലെയാണ് നമ്മൾ ആ തരത്തിൽ നേടുന്ന അറിവുകൾ ഉണ്ടാവുക എന്ന വാക്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആവർത്തിച്ച് എഴുതുകയാണ് വേണ്ടത്. ഈ പ്രവർത്തനത്തോടു കൂടി രണ്ടാമത്തെ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ യൂണിറ്റിലെ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ നോട്ടിലേക്ക് എഴുതാത്ത അർത്ഥങ്ങൾ എഴുതി വെക്കുകയും പഠിക്കുകയും ചെയ്യുക.